എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ ഓഡ് വൺ ഫ്രം ദ ഫോളോയിങ്. താഴെ തന്നിട്ടുള്ളതിൽ നിന്നും ഓഡ് വൺ ആയിട്ടുള്ളത് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. മൗസ്, മൈക്രോഫോൺ, ലൈറ്റ് പെൻ, ടച്ച് സ്ക്രീൻ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. മൗസ്, കീബോർഡ്, സ്കാനർ ഇത്രയും ഇൻപുട്ട് ഡിവൈസും എന്നാൽ പ്രിൻ്റർ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഡിവൈസും ആണ്. അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ സ്കാനറും ജോയ്സ്റ്റിക്കും സ്പീക്കറും ഇൻപുട്ട് ഡിവൈസും പ്ലോട്ടർ ഔട്ട്പുട്ട് ഡിവൈസാണ്. പിന്നെ നാലാമത്തെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ മൗസ് ഇൻപുട്ട് ഡിവൈസ്, മോണിറ്റർ ഔട്ട്പുട്ട് ഡിവൈസ്, പ്ലോട്ടറും ഔട്ട്പുട്ട് ഡിവൈസ്, പ്രിൻ്ററും ഔട്ട്പുട്ട് ഡിവൈസാണ്. അപ്പോൾ ഇതിൽ മുഴുവനും ഇൻപുട്ട് ഡിവൈസ് ആയിട്ടുള്ളത് ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മോഡിഫയർ കീ. താഴെ തന്നിട്ടുള്ളതിൽ മോഡിഫയർ കീ അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്. പേജ് അപ്പ് ആണ്. പേജ് അപ്പ്. ഓക്കെ. അപ്പോൾ ഇതിൽ കമ്പ്യൂട്ടിങ്ങിൽ കൺട്രോൾ കീ ഈസ് എ മോഡിഫയർ കീ. അതായത് കൺട്രോൾ കീ എന്ന് പറയുന്ന ഒരു മോഡിഫയർ കീ ആണ്. പിന്നെ അതായത് ഈ ഒരു കൺട്രോളിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും ഒരു കീ കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ CTRL+C നമ്മൾ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. സിമിലർ ടു ഷിഫ്റ്റ് കീ, ദ കൺട്രോൾ കീ റെയർലി പെർഫോംസ് എനി ഫംഗ്ഷൻ വെൻ പ്രസ്ഡ് ബൈ ഇറ്റ്സെൽഫ്. അതായത് ഷിഫ്റ്റ് കീനെ പോലെ കൺട്രോൾ കീ റെയറായിട്ട് ഒറ്റയ്ക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫങ്ഷൻ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മോഡിഫയർ കീ അല്ലാത്തത് പേജപ്പാണ്. അപ്പോൾ മോഡിഫയർ കീസ് ഏതൊക്കെയാണ്? കൺട്രോൾ ഷിഫ്റ്റ് ഓൾട്ട് ആണ് മോഡിഫയർ കീ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൺട്രോൾ കീ എന്ന് പറയുന്നത് ഒരു മോഡിഫയർ കീ ആണ്. ഇതിൻ്റെ കൂടെ നമ്മൾ ഏതെങ്കിലും വേറെ ഒരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ CTRL+C എന്നുള്ളത് എന്താണ്? കോപ്പി ചെയ്യാനുള്ള ഒരു ഓപ്പറേഷനാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ കൺട്രോൾ കീ ഈസ് ലൊക്കേറ്റഡ് ഓൺ ഓർ നിയർ ദ ബോട്ടം ലെഫ്റ്റ് സൈഡ് ഓഫ് മോസ്റ്റ് കീബോർഡ് വിത്ത് മെനി ഫീച്ചറിങ് ആൻഡ് അഡീഷണൽ വൺ അറ്റ് ദ ബോട്ടം. എക്സാമ്പിൾ ഷിഫ്റ്റ് കീ, കൺട്രോൾ കീ, ഓൾട്ട് കീ. അതായത് ഇതിന് ഈ മോഡിഫയർ കീക്ക് എക്സാമ്പിളാണ് ഷിഫ്റ്റ് കീ, കൺട്രോൾ കീ, ഓൾട്ട് കീ. വാട്ട് ഡു യു മീൻ ബൈ സ്ട്രിപ്പിംഗ്? സ്ട്രിപ്പിംഗ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്ട്രിപ്പിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് പാർട്ടീഷനിങ് എ ഫയൽ ഇൻ ടു സ്മോളർ പാർട്സ് ആൻഡ് സ്റ്റോറിങ് ഇറ്റ് ഇൻ ഡിഫറെൻറ്റ് ഡിവൈസസ്. അതായത് ഒരു വലിയ ഫയലിനെ ചെറിയ പാർട്ടുകളായിട്ട് തിരിച്ച് അതിൻ്റെ ഓരോ ഡിഫറെൻറ്റ് ഡിവൈസസിൽ സ്റ്റോർ ചെയ്യുന്നതിനാണ് സ്ട്രിപ്പിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇനി നമുക്ക് ഈ ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ഇനി ഈ ഡിവൈഡിങ് എ പ്രോസസ്സ് ഇൻ ടു ഡിഫറെൻറ്റ് ടാസ്ക് ടു ഇംപ്രൂവ് എഫിഷ്യൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒരു വലിയൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ ഇപ്പോൾ ഫിനാൻസിൻ്റെ കാര്യം ഒരാളെ ഏൽപ്പിക്കുകയാണ്, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൺട്രോളിങ് ഒരാളെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ആ ഒരു പ്രോഗ്രാമിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ ഡിവൈഡ് ചെയ്ത് ഓരോരുത്തരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ ആ പ്രോഗ്രാം ഭംഗിയായിട്ട് നടക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ ചെയ്യുന്നതിനേക്കാളും പെർഫെക്റ്റായിട്ട് ഒന്നിലധികം പേര് ചെറിയ ജോലികൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പെർഫെക്റ്റായിട്ട് ആ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഡിവൈഡിങ് എ പ്രോസസ് ഇൻ ടു ഡിഫറെൻറ്റ് ടാസ്ക് ടു ഇംപ്രൂവ് എഫിഷ്യൻസി. ഓക്കെ, അത് മനസ്സിലായല്ലോ. അതായത് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോസസ്സിനെ ഡിഫറെൻറ്റ് ടാസ്ക് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ഡിവൈഡിങ് എ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ. എ ഹാർഡ് ഡിസ്ക് ഈസ് യൂഷ്വലി ഇൻസൈഡ് CPU. അതായത് ഈ ഹാർഡ് ഡിസ്കിനെ പാർട്ടീഷൻ ഓഫ് എ ഹാർഡ് ഡിസ്ക് ആണ് ഇനി പറയുന്നത്. അപ്പോൾ ഈ ഹാർഡ് ഡിസ്ക് CPUവിൻ്റെ അകത്താണ് ഉണ്ടാവുക. ഈ ഹാർഡ് ഡിസ്കിനെ ട്രാക്സ് ആൻഡ് സെക്ടേഴ്സ് ആയിട്ട് തിരിക്കാൻ പറ്റും. അപ്പോൾ ഈ ട്രാക്കുകളെയും സെക്ടറുകളെയും ക്രിയേറ്റ് ചെയ്യുന്നതിനെ ഫോർമാറ്റിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? പാർട്ടീഷനിങ് ഓഫ് എ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് ഫോർമാറ്റിംഗ് ആണ്. യൂണിറ്റ് യൂസ് ടു മെഷർ ദ മെമ്മറി ഓഫ് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് GB, MB എന്നിവയാണ്. പിന്നെ ഈ ഒരു ഹാർഡ് ഡിസ്കിൻ്റെ സ്പീഡ് അളക്കുന്ന യൂണിറ്റ് RPM ആണ്, റെവല്യൂഷൻ പെർ മിനിറ്റ്. അത് ചോദിക്കാറുള്ള ഒരു ഫുൾ ഫോമാണ്. അതൊന്ന് നോക്കി വെക്കണം.
A disk defragmenter is a program that reorganizes files on a computer hard disk. അപ്പോൾ ഈ ഡിസ്ക് ഡിഫ്രാഗ്മെൻറ്റർ എന്ന് പറയുന്ന പ്രോഗ്രാം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫയൽ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിലെ ഫയലുകൾ റീഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. Seek time is the time taken for a hard disk controller to locate specific piece of stored data. അതായത് സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റയിൽ നിന്നും ഒരു സ്പെസിഫിക് ഡാറ്റേനെ പീസ് ഓഫ് ഡാറ്റേനെ കണ്ടുപിടിക്കാനുള്ള ലൊക്കേറ്റ് ചെയ്യാനുള്ള ആ ഒരു ടൈമാണ് ഹാർഡ് ഡിസ്ക് കൺട്രോളർ എടുക്കുന്ന ടൈമിനെയാണ് സീക്ക് ടൈം എന്ന് പറയുന്നത്. ഡിവൈഡിങ് പ്രോസസ് ഇൻ ടു ഡിഫറെൻറ്റ് ടാസ്ക് ടു ഇംപ്രൂവ് എഫിഷ്യൻസി ഈസ് കോൾഡ് ഡിവിഷൻ ഓഫ് ലേബർ അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് വർക്ക്. ഞാൻ പറഞ്ഞു അതിൻ്റെ എക്സാമ്പിൾ. അതായത് നമ്മൾ ഒരു വലിയ ടാസ്കിനെ ഡിഫറെൻ്റ് ആയിട്ട് ചെറിയ പാർട്സ് ആക്കിയിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡിവിഷൻ ഓഫ് ലേബർ അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് വർക്ക്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒന്നുകൂടി പറയാം. പാർട്ടീഷനിങ് എ ഫയൽ ഇൻ ടു സ്മോളർ പാർട്സ് ആൻഡ് സ്റ്റോറിങ് ഇറ്റ് ഇൻ ഡിഫറെൻറ്റ് ഡിവൈസസ് ആണ് എന്തെന്ന് പറയുന്നത് സ്ട്രിപ്പിംഗ്. ഓക്കെ, സ്ട്രിപ്പിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫയലിനെ സ്മോളർ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ട് അതിന് ഡിഫറെൻറ്റ് ഡിവൈസസിൽ സ്റ്റോർ ചെയ്യുന്നതിനെയാണ്. പിന്നെ ഈ ഡിവൈഡിങ് എ പ്രോസസ് ഇൻ ടു ഡിഫറെൻറ്റ് ടാസ്ക് ടു ഇംപ്രൂവ് എഫിഷ്യൻസി ഞാൻ പറഞ്ഞു. ഹാർഡ് ഡിസ്ക് ഈ ഒരു CPU-ൻ്റെ ഇൻസൈഡിലായിട്ടാണ് ഉണ്ടാവുക. നമുക്ക് ഈ ഹാർഡ് ഡിസ്കിനെ ട്രാക്സും സെക്ടേഴ്സും ആയിട്ട് തിരിക്കാം. ഈ പ്രോസസ്സിനെയാണ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ മെമ്മറി ഹാർഡ് ഡിസ്കിൻ്റെ മെമ്മറി അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷേഴ്സാണ് GB, MB. പിന്നെ ഹാർഡ് ഡിസ്കിൻ്റെ സ്പീഡ് അളക്കുന്ന യൂണിറ്റാണ് RPM, റെവല്യൂഷൻ പെർ മിനിറ്റ്. ഡിസ്ക് ഡിഫ്രാഗ്മെൻറ്റർ എന്ന് പറയുന്നത് ഈ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിലെ ഫയൽസിനെ റീഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഒരു ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു സ്പെസിഫിക് പീസ് ഓഫ് സ്റ്റോർഡ് ഡാറ്റേനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർഡ് ഡിസ്ക് കൺട്രോളർ എടുക്കുന്ന ടൈമിനെയാണ് സീക്ക് ടൈം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ അതന്നെ. ഇനി അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സിസ്റ്റം സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പേജ് മേക്കർ എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഇതിൽ കമ്പൈലറും ഇൻ്റർപ്രറ്ററും അസംബ്ലറും ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ സോഫ്റ്റ്വെയർ എന്താണെന്ന് നോക്കാം. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഡാറ്റ അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങളെ പിന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. രണ്ട് മെയിൻ കാറ്റഗറീസ് ഓഫ് സോഫ്റ്റ്വെയർ ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും സിസ്റ്റം സോഫ്റ്റ്വെയറും. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടാസ്ക് അല്ലെങ്കിൽ സ്പെസിഫിക് ടാസ്കിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇല്ലെങ്കിലും കമ്പ്യൂട്ടർ പ്രവർത്തിക്കും. പക്ഷേ സിസ്റ്റം സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രവർത്തിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, സിസ്റ്റം സോഫ്റ്റ്വെയർ ഈസ് ഡിസൈൻഡ് ടു റൺ കമ്പ്യൂട്ടേഴ്സ് ഹാർഡ്വെയർ ആൻഡ് പ്രൊവൈഡ്സ് പ്ലാറ്റ്ഫോം ഫോർ ആപ്ലിക്കേഷൻസ് ടു റൺ ഓൺ ടോപ്പ് ഓഫ്. അതായത് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്നത് ലാംഗ്വേജ് പ്രോസസ്സറാണ്. അതായത് നമുക്കറിയാം കമ്പ്യൂട്ടറിന് ആകെ മനസ്സിലാവുന്ന ഭാഷ എന്ന് പറയുന്നത് ബൈനറി അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ് ആണ്, 0s and 1s ആണ്. അപ്പോൾ നമ്മൾ എഴുതുന്ന പ്രോഗ്രാമുകൾ ഹൈ ലെവൽ ലാംഗ്വേജിലാണ് ഇപ്പോൾ എഴുതാറുള്ളത്. C++ ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ C++ ഇതിനെയൊക്കെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ ഒരു കമ്പ്യൂട്ടറിന് കറക്റ്റായിട്ട് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അതിന് വേണ്ടിയിട്ട്, അതായത് ഇതിന് ഈ ഒരു ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ് ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്. അതാണ് 3 തരമുണ്ട്: ഇൻ്റർപ്രറ്റർ, കമ്പൈലർ, പിന്നെ അസംബ്ലർ. ഓക്കെ, ഇൻ്റർപ്രറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ലാംഗ്വേജ് പ്രോസസ്സറാണ്. ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്നും മെഷീൻ ലാംഗ്വേജിലേക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. അത് ശ്രദ്ധിച്ചു വെക്കണം. ഇൻ്റർപ്രറ്റർ എന്ന് പറയുമ്പോൾ ലൈൻ ബൈ ലൈൻ ആണ്. അടുത്തത് കമ്പൈലർ എന്ന് പറഞ്ഞാൽ അതും ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ ഇതിലേക്ക് മാറ്റുന്നത്, മെഷീൻ ലാംഗ്വേജിലേക്കാണ് മാറ്റുന്നത്. ഇവിടെ അസംബ്ലി ലാംഗ്വേജിൽ നിന്നും മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നതാണ് കമ്പൈലർ അല്ല, അസംബ്ലറാണ്
ഒരു പ്രാവശ്യം കൂടി പറയാം. കമ്പൈലർ എന്ന് പറഞ്ഞാൽ ഇതും ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്നും ലോ ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഇൻ്റർപ്രറ്റർ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. പക്ഷേ കമ്പൈലർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫുൾ പ്രോഗ്രാം മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരുമിച്ച് എന്ത് ചെയ്യും, ട്രാൻസ്ലേറ്റ് ചെയ്യും. അതാണ് കമ്പൈലർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കമ്പൈലർ സോഴ്സ് കോഡ് മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി അസംബ്ലർ എന്ന് പറഞ്ഞാൽ അസംബ്ലി ലാംഗ്വേജിൽ നിന്നും എന്ത് ചെയ്യുന്നു, മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ 3 പ്രോസസ്സേഴ്സും ലാംഗ്വേജ് പ്രോസസ്സേഴ്സും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഒന്നുകൂടി പറയാം. ഇൻ്റർപ്രറ്ററും കമ്പൈലറും ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്നും ലോ ലെവൽ ലാംഗ്വേജിലേക്ക്, അതായത് C++ പോലെയുള്ള പ്രോഗ്രാമിൽ നിന്നും ബൈനറി ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. അസംബ്ലർ എന്ന് പറഞ്ഞാൽ അസംബ്ലി ലാംഗ്വേജിൽ നിന്നും ഈ ഒരു ലോ ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. പിന്നെ അസംബ്ലി ലാംഗ്വേജിൽ, അതായത് ഈ അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള കോഡ്സിനെയാണ് നമ്മൾ നിമോണിക്സ് എന്ന് പറയുന്നത്. നിമോണിക്സ്, അതൊന്ന് ഓർത്ത് വെക്കാം. പിന്നെ കമ്പൈലറിൻ്റെയും ഇൻ്റർപ്രറ്ററിൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻ്റർപ്രറ്റർ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതേസമയം കമ്പൈലർ ആ ഒരു ഫുൾ പ്രോഗ്രാം ഒരുമിച്ച് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അടുത്തത് ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുള്ളതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്പോണൻറ്റ് ഓഫ് എ സിസ്റ്റം സോഫ്റ്റ്വെയർ? സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ കമ്പോണൻറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബവ്. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം, ലാംഗ്വേജ് പ്രോസസ്സർ വേണം, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഈ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ പെർഫോം ചെയ്യുന്ന കട്ട്, കോപ്പി, പേസ്റ്റ് തുടങ്ങിയ അങ്ങനെയുള്ള പ്രോഗ്രാമിനെയാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് W3C, the main international standard organization for World Wide Web was founded on. W3C എന്ന് പറയുന്നത് ആ ഒരു ഓർഗനൈസേഷൻ എപ്പോഴാണ് നിലവിൽ വന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, October 1, 1994. അപ്പോൾ W3Cൻ്റെ ഫുൾ ഫോം ആണ് വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം. വിച്ച് ഈസ് ദ സീരിയൽ പോർട്ട് സ്റ്റാൻഡേർഡ് യൂസ്ഡ് ഇൻ കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്ന സീരിയൽ പോർട്ട് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, RS-232C ആണ്. RS-232C. TCP/IP ഫുൾ ഫോം ആണ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ. അടുത്തത് ഐഡൻറ്റിഫൈ സെർച്ച് എഞ്ചിൻ ഫ്രം ദ ഫോളോയിങ്. താഴെ തന്നിട്ടുള്ളതിൽ നിന്നും സെർച്ച് എഞ്ചിൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി, യാഹു ആണ്. സെർച്ച് എഞ്ചിൻ എന്താണെന്ന് നോക്കാം. സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഒരു ഡാറ്റാബേസ് ഓഫ് ഇൻഫർമേഷൻ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ യൂസേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ഒരു ഡാറ്റാബേസ് ഓഫ് ഇൻഫർമേഷൻ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നമ്മൾ കൊടുക്കുന്ന എന്താണോ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ വേർഡ്, അതിനനുസരിച്ചിട്ടുള്ള ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള റിസൾട്ട്സ് നമുക്ക് കിട്ടും. അതിൽ ഫസ്റ്റ് സെർച്ച് എന്ന് പറയുന്നത് ഫസ്റ്റ് സെർച്ച് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലിസ്റ്റാണ് നമുക്ക് കാണാൻ പറ്റുക. ഇനി ഫസ്റ്റ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ആർച്ചി ആണ്. അപ്പോൾ ഇത് FTP ഫയൽസ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഫസ്റ്റ് ടെക്സ്റ്റ് ബേസ്ഡ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് വെറോണിക്കയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ആർച്ചിയും പിന്നെ ഫസ്റ്റ് ടെക്സ്റ്റ് ബേസ്ഡ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് വെറോണിക്കയാണ്. അപ്പോൾ ഇപ്പോഴത്തെ മോസ്റ്റ് പോപ്പുലർ സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ഗൂഗിളാണ്. പിന്നെ ബാക്കിയുള്ള സെർച്ച് എഞ്ചിൻസ് നോക്കാം. AOL, ask.com, ബൈദു, ബിങ്, യാഹു. സെർച്ച് എഞ്ചിൻ ഈസ് ആക്സസ്ഡ് ത്രൂ എ ബ്രൗസർ ഓൺ ദെയർ കമ്പ്യൂട്ടർ. അതായത് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് നമുക്ക് കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ് അല്ലെങ്കിൽ ഏത് ഡിവൈസിലും ഉപയോഗിക്കാൻ പറ്റും. പിന്നെ പിന്നെ സെർച്ച് എഞ്ചിൻ സൈറ്റ്, അതായത് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. എക്സാമ്പിൾ google.com ആണ്. പിന്നെ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ദ പ്രോഗ്രാം ദാറ്റ് യൂസ് സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റ്സ് ടു ഫൈൻഡ് കീവേഡ്സ് ഓൺ വെബ് പേജ് എന്ന് പറയുന്നത് സ്പൈഡർ. ഇത് ശ്രദ്ധിച്ചു വെക്കുക, ഇത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രോഗ്രാം ദാറ്റ് യൂസ് സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റ് ടു ഫൈൻഡ് കീവേഡ്സ് ഓൺ വെബ് പേജ് എന്ന് പറയുന്നത് സ്പൈഡർ ആണ്. ഓക്കെ, മേജർ സെർച്ച് എഞ്ചിൻസ് ആണ് ഗൂഗിൾ, യാഹു. പിന്നെ ഫാദർ ഓഫ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് സിമുർക്രേ ആണ്.
റോഡ് റണ്ണർ, ബ്ലൂ ജീൻ ആൻഡ് എർത്ത് സിമുലേറ്റർ എന്ന് പറയുന്നത് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആണ്. എ വെബ് ബ്രൗസർ ഈസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഫോർ ആക്സസിങ് വെബ്സൈറ്റ്സ്. ഫസ്റ്റ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത് വേൾഡ് വൈഡ് വെബ് ആണ്. ഇത് ക്രിയേറ്റ് ചെയ്ത് 1990 ടിം ബേർണേഴ്സ്-ലീ ആണ്. ഹോട്ട്ബോട്ട് എന്ന് പറയുന്നത് അമേരിക്കൻ വെബ് സെർച്ച് എഞ്ചിൻ ആണ്. അത് ലൈക്കോസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഓൺ ചെയ്തിരിക്കുന്നത്. ലോഞ്ച് ചെയ്തിട്ടുള്ള 1996 അത് വയേർഡ് മാഗസിനിലാണ്. ഇന്റർനെറ്റ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് 1995 ഫസ്റ്റ് സെർച്ച് എഞ്ചിൻ ആർച്ചിയാണ്. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ കമ്മ്യൂണിക്കേഷൻസ് പ്രോട്ടോകോൾ ഇൻ ദ പ്രോട്ടോകോൾ സ്യൂട്ട് ഫോർ റിലേയിങ് ഡാറ്റാഗ്രാംസ് അക്രോസ് നെറ്റ്വർക്ക് ബൗണ്ടറീസ്. അതായത് IP എന്ന് പറയുന്നത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ്. പിന്നെ ഗ്രാൻഡ് മദർ ഓഫ് ഓൾ സെർച്ച് എഞ്ചിൻസ് എന്ന് പറയുന്നത് വെറോണിക്കയാണ്. വെറോണിക്ക ഡെവലപ്പ് ചെയ്തത് സ്റ്റീവ് ഫോസ്റ്റർ ആൻഡ് ഫ്രെഡ് ബാരി അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് നെവാഡ in the United States and was released in 1992. Grandfather of all search engines ആർച്ചി ഫസ്റ്റ് സെർച്ച് എഞ്ചിൻ ആണ്. ഓക്കെ, ഗ്രാൻഡ് മദർ ഓഫ് ഓൾ സെർച്ച് എഞ്ചിൻസ് എന്ന് പറയുന്നത് വെറോണിക്കയും ഗ്രാൻഡ് ഫാദർ ഓഫ് ഓൾ സെർച്ച് എഞ്ചിൻസ് എന്ന് പറയുന്നത് ആർച്ചിയുമാണ്. ചൂസ് ദ വാലിഡ് എൻകോഡിംഗ് ഫോർമാറ്റ് ഇൻ ദ ഫോളോയിങ്. ആൻസർ ഓപ്ഷൻ ബി ആണ് UTF-16. ഓക്കെ, യൂണിക്കോഡ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ക്യാരക്ടർ എൻകോഡിംഗ് ആണ്. അതായത് ഒരു സ്റ്റാൻഡേർഡാണ്, ക്യാരക്ടർ എൻകോഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡാണ് ഇത്. ഇൻട്രൊഡക്ഷൻ ഓഫ് ആസ്കി ക്യാരക്ടേഴ്സ് വാസ് ഇനഫ് ടു കവർ ഓൾ ലാംഗ്വേജസ്. അതായത് ആസ്കി എന്ന് പറയുന്നതും ആ ഒരു സ്റ്റാൻഡേർഡാണ്, ഈ ക്യാരക്ടർ എൻകോഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡാണ്. പക്ഷെ അത് എല്ലാ ലാംഗ്വേജിനെയും കവർ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. യൂണിക്കോഡ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ക്യാരക്ടർ എൻകോഡിംഗ് സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ഇതിൽ 1,00,000 ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ. പിന്നെ അതുപോലെ തന്നെ എൻകോഡിങ് വൈഡ് വെറൈറ്റി ഓഫ് എൻകോഡിങ് സാധ്യമാണ്. 3 ടൈപ്പ് ഉണ്ട്: UTF-8, UTF-16, UTF-32. UTF-8 ആണ് മോസ്റ്റ് ഡിഫോൾട്ട് എന്ന് പറയുന്നത്. പിന്നെ അതായത് അതായത് യൂണിക്കോഡ് സ്കീമിൻ്റെ ഒരു അക്രോണിമാണ്. യൂണിവേഴ്സൽ ക്യാരക്ടർ സെറ്റ് ആണ്. ഓക്കെ, UTF-ന്റെ ഫുൾ ഫോം യൂണിക്കോഡ് ട്രാൻസ്ഫോർമേഷൻ ഫോർമാറ്റ് ആണ്. യൂണിക്കോഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ക്യാരക്ടർ എൻകോഡിംഗ് ടെക്നിക്കാണ്. അത് അതായത് ഈ ഒരു വേൾഡിലെ ഏകദേശം എല്ലാ ലാംഗ്വേജസിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ യൂണിക്കോഡ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്തത് യൂണിക്കോഡ് കൺസോർഷ്യമാണ്. ഹെക്സാഡെസിമൽ വാല്യൂസ് ആണ് ഇത് യൂണിക്കോഡ് ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ യൂണിക്കോഡ് ട്രാൻസ്ഫോർമേഷൻ ഫോർമാറ്റ്സ് മൾട്ടിപ്പിൾ ഉണ്ട്. അതായത് UTF-8 എന്ന് പറയുന്നത് 8 ബിറ്റ് 1 ബൈറ്റ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. UTF-16 എന്ന് പറയുന്നത് 16 ബിറ്റ് ആണ്, 2 ബൈറ്റ്സ് ആണ്, ലോങ് ക്യാരക്ടർ എൻകോഡിംഗ് ആണ്. UTF-32 ബിറ്റ്സ് ആണ്, അതായത് 4 ബൈറ്റ്സ് ലോങ് ക്യാരക്ടർ എൻകോഡിംഗ് ആണ്. അടുത്തത് ദ റിച്ച് ടെക്സ്റ്റ് എഡിറ്റർ ആൻഡ് വേർഡ് പ്രോസസർ ഫെസിലിറ്റി അവൈലബിൾ വിത്ത് വിൻഡോസ് ഫ്രം Windows 95 ഈസ്. ആൻസർ ഓപ്ഷൻ സി വേർഡ് പാഡ് ആണ്. അതായത് Windows 95 വേർഡ് പ്രോസസർ ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ള റിച്ച് ടെക്സ്റ്റ് എഡിറ്ററാണ് വേർഡ് പാഡ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് ആസ് വേൾഡ്സ് ഫസ്റ്റ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഫോർ കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ടുള്ള വേൾഡിലെ ആദ്യത്തെ ആൻറ്റിവൈറസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, റീപ്പർ ആണ്. അതായത് ഫസ്റ്റ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് റീപ്പർ ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നോർട്ടൺ ആൻറ്റിവൈറസ്, അവാസ്റ്റ് ആൻറ്റിവൈറസ്, അഡാവെയർ ആൻറ്റിവൈറസ്, ട്രെൻഡ് മൈക്രോ ആൻറ്റിവൈറസ്, പാൻഡാഡോം എസെൻഷ്യൽ, സോഫോസ് ഹോം, വൂഡോ ഷീൽഡ്. A drop cap is a large capital letter that represents at the beginning of a text block or a paragraph, which are possible
ഡ്രോപ്പ് ക്യാപ്പ് ഓപ്ഷൻസ് ഇൻ വേർഡ്. അതായത് വേർഡിൽ ഡ്രോപ്പ് ക്യാപ്പ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതിൽ തന്നിട്ടുള്ളതിൽ ഏതാണ് ഈ ഈ ഡ്രോപ്പ് ക്യാപ്പ് ഓപ്ഷൻസിൽ അവൈലബിൾ ആയിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് ഡ്രോപ്ഡും ഇൻ മാർജിനും ഉണ്ട്. അപ്പോൾ ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു ഫോർമാറ്റിംഗ് ഓപ്ഷനാണ് MS വേർഡിൽ. അതായത് ഫസ്റ്റത്തെ ആ ഒരു ലെറ്റർ ഫാൻസി ക്യാപിറ്റൽ ലെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് ഈ ചില കഥാബുക്കുകളിലൊക്കെ നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫ് നോക്കുമ്പോൾ അതിൽ ആദ്യത്തെ ഒറ്റ ഒരു ലെറ്റർ 2 or 3 വരിയിൽ ഒതുങ്ങുന്നത് പോലെ വലുതാക്കി കാണിക്കുന്നതിനാണ് ഈ ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഫെയറി ടെയിൽസ് ആൻഡ് മാഗസീൻ ആർട്ടിക്കിൾസ് ആർ ഫെമിലിയർ എക്സാമ്പിൾസ്. In Word 2007 and later versions, insert a drop capital by first click anywhere in the paragraph to be changed. അതായത് 2007 വേർഷനിൽ നമുക്ക് ആ ഒരു പാരഗ്രാഫിൻ്റെ എവിടെ വേണമെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് ഇത് ചേഞ്ച് ചെയ്യാമെന്നാണ് പറയുന്നത്. ക്ലിക്ക് ഓൺ ദ ഇൻസേർട്ട് ടാബ് മെനു, ഫൈൻഡ് ദ ടെക്സ്റ്റ് ഏരിയ ഓഫ് ദ ടാബ് ആൻഡ് ക്ലിക്ക് ഡ്രോപ്പ് ക്യാപ്പ്. ഓക്കെ, ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയുന്നത് ദിസ് ഓപ്ഷൻ യൂസ് ടു മേക്ക് ഫസ്റ്റ് ലെറ്റർ ലാർജ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ പാരഗ്രാഫ്. ഓക്കെ, MS Word provides a special feature known as drop cap. A drop cap is a large capital letter that represents at the beginning of a text or a text block or a paragraph and has a depth of 2 or more lines of regular text. Okay. അപ്പോൾ ഇതിൽ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. While creating a drop cap in a paragraph in an MS Word 2007, the maximum number of lines can be set up to a drop cap and minimum distance from the text respectively are 10 lines and 22 inches. അതായത് നമുക്ക് മിനിമം ലൈൻസ് ടു ഡ്രോപ്പ് എന്ന് പറയുന്നത് 3, മാക്സിമം എന്ന് പറയുന്നത് 10ആണ്. പിന്നെ അതിൻ്റെ ഡിസ്റ്റൻസ് 22 ഇഞ്ചസ് ആണ്. ഇതിങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്, 10 lines and 22 inches എന്നുള്ളത് അത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിക്ക് ഓൺ ദ ഇൻസേർട്ട് ആൻഡ് ഗോ ഓൺ ടെക്സ്റ്റ് സെലക്ഷൻ ആൻഡ് ക്ലിക്ക് ഡ്രോപ്പ് ക്യാപ്പ് ബട്ടൺ. അപ്പോൾ അതിലുള്ള ഓപ്ഷൻസ് ആണ് നണ്ണ്, ഡ്രോപ്ഡ്, ഇൻ മാർജിൻ, ഡ്രോപ്പ് ക്യാപ്പ് ഓപ്ഷൻസ്. വിച്ച് among the following is not available in drop cap option in MS Word? MS വേർഡിൽ നമുക്ക് അവൈലബിൾ അല്ലാത്ത ഓപ്ഷൻ, ഡ്രോപ്പ് ക്യാപ്പിൽ അവൈലബിൾ അല്ലാത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് കളറാണ്, കളർ. ഓക്കെ, if we want to remove unwanted parts of an image that we can use, അതായത് ഒരു ഇമേജിലെ അൺവാണ്ടഡ് പാർട്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ക്രോപ്പിംഗ്. എല്ലാവർക്കും അറിയുന്നതാണ്. ദ ഇൻവെൻറ്റർ ഓഫ് മൈക്രോസോഫ്റ്റ് വേർഡ് ഈസ് ഡാഷ് ആൻഡ് റിച്ചാർഡ് ബോഡി. റിച്ചാർഡ് ബ്രോഡി. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ചാൾസ് സിമണോയ്. ചാൾസ് സിമണോയും റിച്ചാർഡ് ബ്രോഡിയുമാണ് മൈക്രോസോഫ്റ്റ് വേർഡ് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്തത്, ദ 3 ബേസിക് പാർട്സ് ഓഫ് എ റിബൺ ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ് ആർ. അതായത് ഒരു റിബണിലെ 3 പാർട്സ്, ബേസിക് പാർട്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, അതായത് 1, 2, 3. ടാബ്, ഗ്രൂപ്പ്, കമാൻഡ് ആണ്. ടാബ്, ഗ്രൂപ്പ്, കമാൻഡ്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം കറക്റ്റ് ഓർഗനൈസേഷൻ ഓഫ് കമാൻഡ്സ് ഇൻ MS വേർഡ്. MS വേർഡിൽ കറക്റ്റ് ഓർഗനൈസേഷൻ ഓഫ് കമാൻഡ്സ് എന്ന് പറയുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. എന്താണെന്ന് വെച്ചാൽ ടാബ്, ഗ്രൂപ്പ്, കമാൻഡ് ബട്ടൺസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഇതിൽ നമ്മൾ ഒരു ടാബിൽ ഗ്രൂപ്പ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കമാൻഡ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ടാബാണ് ഏറ്റവും വലിയൊരു ഡിവിഷൻ എന്ന് പറയുന്നത്. ടാബിൽ ഗ്രൂപ്പായിട്ടാണ് വരുന്നത്, പിന്നെ അതിൻ്റെ കീഴിൽ കമാൻഡ്സ് ആയിട്ട് വരും. ഓക്കെ, അടുത്തത്, ദ പൊസിഷൻ ഓഫ് ഓഫീസ് ബട്ടൺ ഇൻ MS വേർഡ്. MS വേർഡിൽ ഓഫീസ് ബട്ടൻ്റെ പൊസിഷൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, അപ്പർ ലെഫ്റ്റിലാണോ? അപ്പർ ലെഫ്റ്റ്. ഓഫീസ് ബട്ടൺ എന്ന് പറയുന്നത് MS ഓഫീസ് സ്യൂട്ട് 2007 എസെൻഷ്യൽ ആയിട്ടുള്ള എലമെൻ്റ് ആണ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഓഫീസ് 2007 ആണ്. പുതിയ ഫീച്ചറായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഓഫീസ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ കുറേ അധികം ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതിൽ ഓപ്ഷൻസ് വരുന്നത് ഓപ്പൺ, സേവ്, പ്രിൻറ്റ്, എനി ഡോക്യുമെൻറ്റ് ഓർ പെർഫോം അതർ കോമൺ ഫങ്ഷൻ.
അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് ഓഫീസ് ബട്ടൺ ആണ്. അപ്പോൾ ഇതിൽ 2010 അതിന് ശേഷമുള്ള വേർഷനിൽ ഓഫീസ് ബട്ടൺ മാറി അവിടെ ഫയൽ ടാബ് വന്നിട്ടുണ്ട്. പിന്നെ ഈ 2007 പ്രോഗ്രാമിൽ ടോപ്പ് ലെഫ്റ്റ് കോർണറിലാണ് വരുന്നത്. പിന്നെ ബട്ടൺ അറ്റാച്ച്ഡ് വിത്ത് റിബൺ, അതായത് ഒരു സർക്കിളിൽ ഓഫീസ് ലോഗോ വെച്ചിട്ടാണ് വരുന്നത്. ഈ ഓഫീസ് ബട്ടണിലെ ഓപ്ഷൻസ്, മെനു ഓപ്ഷൻസ്, ന്യൂ എന്നുള്ള ഓപ്ഷനിൽ വരുന്നത് ക്രിയേറ്റ് ന്യൂ ബ്ലാങ്ക് ഫയൽ ഇൻ കറസ്പോണ്ടിങ് ഓഫീസ് പ്രോഗ്രാം. അതായത് വേർഡ്, എക്സൽ, പവർ പോയിന്റിലൊക്കെ പുതിയൊരു ബ്ലാങ്ക് ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ന്യൂ ഉപയോഗിക്കുന്നത്. ഓപ്പൺ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ഫയലിന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സേവ് എന്ന് പറയുന്നത് ഈ ഒരു ഫയലിനെ പെർമനൻ്റ് ആയിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ആ ഒരു വർക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഇതെവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലുള്ള ഓപ്ഷൻസ് ആണ് ഓഫീസ് ബട്ടണിലുള്ള ഓപ്ഷൻസ്. ഇതിൽ ചോദിക്കാം 4 ഓപ്ഷൻസ് തന്നിട്ട് ഓഫീസ് ബട്ടണിൽ ഉള്ള ഓപ്ഷൻ അല്ലെങ്കിൽ ഇല്ലാത്ത ഓപ്ഷൻ ഏതാണെന്ന് ചോദിക്കാം. ന്യൂ, ഓപ്പൺ, സേവ്, സേവ് ആസ്, പ്രിന്റ്, പ്രിപ്പയർ, സെൻഡ്, പബ്ലിഷ്, ക്ലോസ്. പിന്നെ സേവ് ആസ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ആ സെയിം ഫയലിനെ തന്നെ വേറൊരു ലൊക്കേഷനിലേക്ക് സേവ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരു പേരിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ പ്രിന്റ് എന്ന് പറയുന്നതാണ്, അവിടെ ഹെഡിങ് കൊടുത്തില്ല, വിട്ടുപോയിട്ടുണ്ട്. പ്രിന്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പ്രിപ്പയർ എന്ന് പറയുന്നത് ആ ഒരു ആക്റ്റീവ് ഫയലിന് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഓപ്ഷൻ ഈ ഒരു ഡിസൈഡ് ഓപ്പൺ ഓഫീസ് പ്രോഗ്രാമുമായിട്ട് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പബ്ലിഷ് എന്ന് പറഞ്ഞാൽ ഡിസൈഡ് ഡോക്യുമെൻ്റ് പീപ്പിളിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലോസ് ഉപയോഗിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ പ്രസൻറ്റ് ഇൻ ഹോം ടാബ്. ഹോം ടാബിൽ വരുന്നത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അതായത് 1ഉം 2ഉം. ക്ലിപ്ബോർഡും സ്റ്റൈൽസും. ഹോം ടാബ് നോക്കാം. ഹോം ടാബ് എന്ന് പറയുന്നത് നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ, സൈസ്, കളറ്, അലൈൻമെൻറ്റ്, ഓർഗനൈസേഷൻ, സ്റ്റൈൽ ഓഫ് ദ ടെക്സ്റ്റ്, ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ ഈ MS വേർഡിലും MS എക്സലിലും ഇതേ സെയിം ഇത് തന്നെയാണ് വരുന്നത്. പിന്നെ ദ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്, അപ്പോൾ ഇതിൽ കാലിബ്രയാണ് ഡിഫോൾട്ടായിട്ട് വരുന്ന ഫോണ്ട്, സൈസ് 11 ആണ്. അതൊന്ന് ഓർത്ത് വെക്കുക. ഹോം ടാബ് നോക്കുക. ഇതിൽ ഹോം ടാബിലുള്ള ഓപ്ഷൻസ് ആണ് ക്ലിപ്ബോർഡ്, ഫോണ്ട്, അലൈൻമെൻറ്റ്, എഡിറ്റ്. ഓക്കെ, എ റെഫറൻസ് ടു ദ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഇൻ യുവർ ഡോക്യുമെൻറ്റ് ക്യാൻ ബി ആഡഡ് യൂസിങ് ദ റെഫറൻസ് ടാബ് ഈസ് കോൾഡ്. അതായത് നമുക്ക് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ റെഫറൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏത് റെഫറൻസ് ടാബിൽ ഏതാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി സൈറ്റേഷൻ ആണ്. സൈറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഈ റെഫറൻസ് മെനുവിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഓരോന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ടേബിൾ ഓഫ് കണ്ടൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ ടേബിൾ ഓഫ് കണ്ടൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു ഫയല് ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് ഇൻഡെക്സ് കൊടുക്കാൻ പറ്റും ഫസ്റ്റിൽ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഇൻഡെക്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ എവിടെയാണോ അത് ആ ഒരു പാർട്ട് ഉള്ളത് അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ടേബിൾ ഓഫ് കണ്ടൻസ് ഉപയോഗിക്കുന്നത്. അതായത് റീഡർ ഫ്രണ്ട്ലി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് കറക്റ്റ് എവിടേക്കാണോ പോകേണ്ടത് അവിടേക്ക് പോകാനും പറ്റും. അതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ടേബിൾ ഓഫ് കണ്ടൻസ് നമുക്ക് ഫസ്റ്റ് 3 ബിൽറ്റ് ഇൻ ഹെഡിങ്സ് ഉപയോഗിച്ചിട്ടാണ് ടേബിൾ ഓഫ് കണ്ടൻസ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഹെഡിങ് 1, ഹെഡിങ് 2, ഹെഡിങ് 3 ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ ഒരു ടേബിൾ ഓഫ് കണ്ടൻസ് പറ്റുന്നത്. അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ സ്റ്റൈൽസ് കൊടുക്കുമല്ലോ. അതായത് സ്റ്റൈൽസ് കൊടുക്കുമ്പോൾ ആ ഒരു ഓരോ ഹെഡിങ്ങിനും ഹെഡിങ് 1, ഹെഡിങ് 2, ഹെഡിങ് 3 ഈ സ്റ്റൈൽസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ടേബിൾ ഓഫ് കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വേറെ ഏത് കൊടുത്താലും നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതായത് ടു അപ്ലൈ ഹെഡിങ് സ്റ്റൈൽസ് സെലക്ട് ദ പെർട്ടിക്കുലർ സ്റ്റൈൽ ഫ്രം ദ ഹോം ടാബ്. Once you have applied your heading styles, it is time to insert
table of contents. First thing you need to do, put the cursor where you want table of contents to appear. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ഹോം ടാബിൽ പോയിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഹെഡിങ് സ്റ്റൈൽ സെലക്ട് ചെയ്യുക. പിന്നെ അതിനുശേഷം നമുക്ക് എവിടെയാണ് ടേബിൾ ഓഫ് കണ്ടൻസ് വേണ്ടത് അവിടെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റെഫറൻസ് ടാബിൽ ടേബിൾ ഓഫ് കണ്ടൻസ് സെലക്ട് ചെയ്യുക. ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വരും. അവിടെ നമുക്ക് ഡിഫറെൻറ്റ് ത്രീ ബിൽറ്റ് ഇൻ ടേബിൾസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ ഓട്ടോമാറ്റിക് ടേബിൾ 1 and 2 ഈസ് ദ ടൈറ്റിൽ വിച്ച് ഇസ് കണ്ടൻസ് ആൻഡ് ടേബിൾ ഓഫ് കണ്ടൻസ് റെസ്പെക്റ്റീവ്ലി. either selecting automatic table 1 or 2 will create table of contents using that name of headings. അതായത് നമ്മൾക്കിപ്പോൾ ഫസ്റ്റ് ഇൻഡെക്സ് കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടൻറ്റ് മൊത്തം ടൈപ്പ് ചെയ്യുമ്പോൾ ഹെഡിങ് 1, 2 അല്ലെങ്കിൽ 3 ഇതിലേതെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു റെഫറൻസ് ടാബിൽ നമുക്ക് ടേബിൾ ഓഫ് കണ്ടൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേജ് നമ്പർ അടക്കം അതുപോലെ ലിങ്ക് പോലെ ആക്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഈ ടേബിൾ ഓഫ് കണ്ടൻസ് ഉപയോഗിക്കുന്നത്. അടുത്ത ഫുഡ് നോട്ട്സും എൻഡ് നോട്ട്സും നോക്കാം. ഫുഡ് നോട്ട്സ് ആൻഡ് എൻഡ് നോട്ട്സ് അതായത് എക്സ്ട്രാ ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ നമ്മൾ ആ ഒരു എഴുതുന്നതിൻ്റെ മെയിൻ ടെക്സ്റ്റിൻ്റെ താഴെയായിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് എന്തെങ്കിലും വേറെ പബ്ലിക്കേഷൻസോ അതായത് നമ്മൾ എടുത്തിരിക്കുന്ന കണ്ടൻറ്റ് വേറൊരാളുടേതാണ് എന്ന് പറഞ്ഞിട്ട് സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫുഡ് നോട്ട്സിൻ്റെയും എൻഡ് നോട്ട്സിൻ്റെയും വ്യത്യാസം എന്ന് പറയുന്നത് അത് ആ ഒരു ഡോക്യുമെൻറ്റിൽ വരുന്ന രീതിക്ക് മാത്രം വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ, അതിൽ ഇവിടെ ഓട്ടോമാറ്റിക് ടേബിൾ 1 ഓട്ടോമാറ്റിക് ടേബിൾ 2 എന്ന് പറയുന്നതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫുഡ് നോട്ട് എന്ന് പറയുന്നത് എല്ലാ പേജിൻ്റെയും ലാസ്റ്റ് ഭാഗത്താണ് വരുന്നത്. പക്ഷേ എൻഡ് നോട്ട് എന്ന് പറയുന്നത് ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഏറ്റവും ലാസ്റ്റാണ്. അതായത് ആ ഡോക്യുമെൻറ്റ് തീരുന്നത് എവിടെയാണ് അവിടെയാണ് വരുന്നത്. ഓക്കെ, ഇനി ബിബ്ലിയോഗ്രാഫി, സൈറ്റേഷൻസ് ആൻഡ് റെഫറൻസസ്. അതായത് നമുക്ക് ഇതൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ബിബ്ലിയോഗ്രാഫി, സൈറ്റേഷൻസ്, റെഫറൻസസ് ഇതൊക്കെ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോഴാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ സൈറ്റേഷനാണ് ഇനി നോക്കാൻ പോകുന്നത്. നമുക്ക് എവിടെയാണോ സൈറ്റ് ചെയ്യാൻ വേണ്ടത് അവിടെ കഴ്സർ വെക്കുക. അതിനുശേഷം റെഫറൻസിൽ സ്റ്റൈലിൽ പോയിട്ട് ഒരു സൈറ്റേഷൻ സ്റ്റൈൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം അതായത് ഇൻസേർട്ട് സൈറ്റേഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ന്യൂ സോഴ്സ് നമുക്ക് എന്തെങ്കിലും സോഴ്സ് വേണമെങ്കിൽ അവിടെ ചെയ്തതിന് ശേഷം ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ബിബ്ലിയോഗ്രാഫി എന്ന് പറയുമ്പോൾ നമുക്ക് അതിനും ഈ ഒരു റെഫറൻസ് ടാബിലാണ് വരുന്നത്. ക്യാപ്ഷൻസ് കൊടുക്കാനും ഇതിൽ തന്നെയുള്ള ഇത് വരുന്നുണ്ട്. ഇതിൽ ഫിഗർ 1 നമുക്ക് അതായത് ഇതിൽ ക്യാപ്ഷൻ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇതിനും നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റിൽ എന്തെങ്കിലും പിക്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിക്ചേഴ്സിന് നമ്മൾ കൊടുക്കുന്നതാണ് എന്ത് പറയുന്നത് ക്യാപ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇൻഡെക്സും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഇൻസേർട്ട് ഇൻഡെക്സ് എന്ന് പറയുന്നതും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ അതായത് നമുക്ക് ഈ ഇൻഡെക്സിൽ എൻട്രി ചെയ്തിട്ട് അതും ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമുക്ക് എവിടെയാണോ ഇൻഡെക്സ് വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റെഫറൻസ് ടാബിൽ പോയിട്ട് ഇൻഡെക്സ് ഗ്രൂപ്പിൽ ഇൻസേർട്ട് ഇൻഡെക്സ് കൊടുക്കുക. പിന്നെ ക്ലിക്ക് മാർക്ക് ടു അതായത് നമുക്ക് ഇൻഡെക്സ് എൻട്രി എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്തതിന് ശേഷം മാർക്ക് കോഡ് കൊടുക്കുക. അഡീഷണൽ എൻട്രീസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ അതിൽ പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അങ്ങനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയിട്ട് പോവാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ഇതിൽ ഞാൻ പിക്ചേഴ്സ് അടക്കം കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ PDF ഒന്ന് കറക്റ്റായിട്ട് വായിച്ചു നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത പാർട്ടായിട്ട് ചെയ്യുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.